തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് പിരിച്ചുവിട്ടു. SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. നിരന്തരമുള്ള സംഘർഷങ്ങളിലും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിലും പരാതി ഉയർന്നതോടെയാണ് ഈ തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട്. ഉമേഷ്, തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFI യൂണിറ്റ് പിരിച്ചുവിട്ടിരിക്കുന്നു. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ സംഘർഷങ്ങൾ, അതോടൊപ്പം തന്നെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഒരു ഘട്ടത്തിൽ. ഇത് കണക്കിലെടുത്തുകൊണ്ടാണോ ഇങ്ങനെയൊരു തീരുമാനം? എന്താണ് ഉമേഷ് ഇതിന്റെ വിശദാംശങ്ങൾ? തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തന്നെ പ്രധാന SFIയുടെ ശക്തി കേന്ദ്രവും കൂടിയാണ്. കാരണം ഒരു പ്രതിപക്ഷമില്ലാതെ കൃത്യമായി SFIയുടെ ശക്തി കേന്ദ്രമായി SFIയുടെ തലസ്ഥാന നഗരത്തെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രധാന യൂണിറ്റായ SFIയുടെ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റാണ്. പക്ഷേ നിരന്തരമായി യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റിനെതിരെ പരാതികൾ വന്നിരുന്നു. പ്രത്യേകിച്ച് സംഘർഷങ്ങൾ, SFIക്കാർ തന്നെ പരസ്പരമുള്ള തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ജില്ലാ കമ്മിറ്റിക്ക് മുന്നിലുണ്ട്. ഒപ്പം സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും ജില്ലാ കമ്മിറ്റിക്ക് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേർന്നിരുന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഈ യൂണിറ്റ് കമ്മിറ്റിയെ പിരിച്ചുവിട്ടിരിക്കുന്നത്. പകരം സംസ്ഥാന സമിതി അംഗത്തെ കൂടി ചുമതലപ്പെടുത്തിക്കുന്ന ഒരു അഡ്ഹോക് കമ്മിറ്റിയെയും നിയമിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ യൂണിറ്റ് സെക്രട്ടറി യൂണിയൻ ഫണ്ടായി 2 ലക്ഷം രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി എന്നൊരു പരാതിയും ഉണ്ടായിരുന്നു. ഈ പരാതി അന്വേഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കും ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് നിയന്ത്രണം നൽകുക, നിരീക്ഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടി, ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനനുസരിച്ച് ഉമേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SFIയുടെ ശക്തി കേന്ദ്രമാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ്. ഇത് പിരിച്ചുവിടുന്ന നടപടി എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ സംഭവമാണ് എന്ന് പറയാം, അല്ലേ? നേരത്തെയും SFIയുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിക്കെതിരെ നടപടികൾ വന്നിട്ടുണ്ട്. താൽക്കാലികമായി മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു 4 വർഷം മുൻപ് യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിക്കകത്ത് SFI പ്രവർത്തകർ പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഒരു SFI പ്രവർത്തകനെ തന്നെ മറ്റൊരാൾ കുത്തി പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സമാനമായ സാഹചര്യത്തിൽ വലിയ സംഘർഷങ്ങളിലേക്ക്, അതായത് പുറത്ത് പോലീസ് ഇടപെടുന്ന രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് ഇത്തവണ കാര്യങ്ങൾ എത്തിയില്ല. അതിനു മുൻപ് തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് കൃത്യമായി നടപടിയെടുത്തു എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. ശരി, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് പിരിച്ചുവിട്ടിരിക്കുന്നു. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് SFI ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.